പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാതിരിക്കുന്നത് എങ്ങനെയെന്ന് കരുതിയിട്ട്. അപ്പോൾ എന്താണ് ആ വീഡിയോ എന്നല്ലേ? അപ്പോൾ ഇതൊന്ന് കാണാം. ഇത് കാസർഗോഡ് ജില്ലയിലെ മധൂർ പഞ്ചായത്തിലെ SP നഗറിലെ ചേനോത്ത് വീട്ടിൽ പത്മാവതി അമ്മ, ഇവരുടെ മരുമകൾ, അതായത് ഏക മകനുണ്ട് രാംദാസ്. അദ്ദേഹം ഈ അമ്മയെ പൊന്നുപോലെ നോക്കിക്കൊണ്ടിരുന്നു. ഇവരുടെ മരുമകൾ ഇവരെ എങ്ങനെയെങ്കിലും പട്ടിണിക്കിട്ട് കൊല്ലാനായിരുന്നു ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഏകദേശം 1 മാസത്തിലധികം ഈ അമ്മയ്ക്ക് അവർ ഭക്ഷണമൊന്നും കൊടുക്കാതെ വല്ലാതായപ്പോൾ ആ മകൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയും അങ്ങനെ അധികാരികൾ അറിയിച്ചതനുസരിച്ചാണ് ഇർഫാന ഇക്ബാൽ അവരുടെ വീട്ടിലേക്ക് എത്തിയത്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇർഫാന ഇക്ബാലിനെ എല്ലാവർക്കും അറിയുമായിരിക്കും. ഇതിനു മുമ്പ് ഒരു മരണം നടന്ന് സംസ്കരിക്കാൻ ആളില്ലാതെ അധികാരികൾ ഇവരുമായി ബന്ധപ്പെടുകയും മൃതദേഹ ശരീരം ഏറ്റെടുത്ത് ഒരു മകളുടെ സ്ഥാനത്ത് നിന്ന് മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തപ്പോൾ ഒരുപാട് വർഗീയ കോമരങ്ങൾ ഉറഞ്ഞു തുള്ളി അവർക്കൊരുപാട് സൈബർ അറ്റാക്കുകളൊക്കെ നേരിടേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉദ്യമത്തിൽ നിന്നും അവർ അന്ന് പിന്തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അമ്മയുടെ ഗതി എന്താകുമായിരുന്നു എന്ന്. നമ്മളെ നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിൽ പേര് നോക്കി, അതിൽ മതം നോക്കി, വർഗീയത കണ്ടെത്താൻ വേണ്ടി മാത്രം വർഗീയത കണ്ടെത്താൻ മാത്രം വിധിക്കപ്പെട്ട ചില ജന്മങ്ങളുണ്ട്. ശശികലയും ലസിതയും അഡ്വക്കേറ്റ് കൃഷ്ണകുമാറും ബാബുരാജും ഒക്കെ അടങ്ങുന്ന ഒരു വിഷം കലർത്താനായി മാത്രം ജനിച്ച ഒരു കോക്കസ്. നമ്മളിൽ നന്മകൾ കാണാതെ അതിൽ എന്താണ് വർഗീയതയുടെ അംശം ഉണ്ട് എന്ന് മാത്രം കാണുന്ന ഒരു വർഗീയതയുടെ കോക്കസ്. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. അവർ ജനിച്ച വീടും അവർ വളർന്ന സംസ്കാരങ്ങളും അങ്ങനെ ആയതുകൊണ്ടാണ് അവരെ അത്തരത്തിലേക്ക് എത്തിച്ചത്. ഇർഫാനിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ നന്മ ഏത് രീതിയിലാണ് വന്നത് എന്ന് സാധാരണക്കാരായ ഒരുവിധ ആൾക്കാർക്കൊക്കെ മനസ്സിലാവും. ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ വർഗീയത മാത്രം വിറ്റ് ജീവിക്കുന്ന, വിഷം കലക്കി ജീവിക്കുന്ന ഒരു പറ്റം ആൾക്കാർക്ക് പണിയായി കിട്ടുന്നുള്ള അറിവ് ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർ ഈ ഉദ്യമത്തിന്, അവർ ഈ മനഃപൂർവ്വമുള്ള ഈ വിഷം കലക്കലിന് തയ്യാറാവുന്നത്. ഒരു രാഷ്ട്രീയമായി മെച്യൂരിറ്റി കിട്ടണമെങ്കിൽ നമുക്ക് ഇതേ വഴിയുള്ളൂ എന്ന ഒരു ചിന്തയാണ്, ഈ മിഥ്യാധാരണയാണ് ഇവരെ ഈ നിലയിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ കേരളം അത് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരെ കേരളത്തിൽ നിന്നും അകറ്റി നിർത്തുന്നത്. അപ്പോൾ ഈ അമ്മയുടെ അതിന് ശേഷമുള്ള വീഡിയോകളും ഒന്ന് കണ്ടു നോക്കാം. പരവശമാണെങ്കിലും കൃഷ്ണ